പിയാനസ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് പറഞ്ഞു. ഇപ്രാവശ്യം നമ്മൾ കുപ്പി വെച്ചിട്ടുള്ള അടിപൊളി ടിപ്പ്. ഇപ്പം നിങ്ങൾ കുപ്പി കൊണ്ട് എന്താണെന്ന് ചോദിക്കും, പക്ഷെ അതല്ല കേട്ടോ. ഇതേ കുപ്പി കൊണ്ട് നമുക്ക് മാങ്ങ പൊട്ടിക്കുന്ന തോട്ടി ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഇതുകൊണ്ട് എങ്ങനെയാണ് ഇത് പറിക്കുക എന്നുള്ളത് നോക്കാമല്ലോ അല്ലേ. നമ്മളിത് വെച്ചിട്ട് നമ്മുടെ പേരക്കായ പറിക്കുകയാണ് കേട്ടോ. ഇതേ കണ്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതാക്കുക, എന്നിട്ട് ഇതിങ്ങനെ വലിക്കുക. ഇതേ കണ്ടോ, ഇതിൽ വീണ് കിടന്നു. പഴുത്ത പാഷൻ ഫ്രൂട്ടിനൊക്കെ ഈസി ആയിട്ട് നമുക്ക് പറിക്കാം. ഇതേ ഇങ്ങനെ പറിച്ചെടുത്താലോ. അതേ കേട്ടാ, ഇതേ ഇതിൻ്റെ ഉള്ളിലാക്കി, ഇത് ശരിക്കും കാണുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലാക്കി ഇതേ. ആഹാ അടിപൊളിയുണ്ട, എന്താ ഈസി. ഇതേ അടുത്തത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഇതേ ആഹാ ഇതേ കണ്ട. അപ്പം നമ്മുടെ പാഷൻ ഫ്രൂട്ടൊക്കെ പറിക്കുന്ന ടിപ്പ് അടിപൊളിയല്ലേ. അപ്പോൾ ഇത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ അടുത്ത ടിപ്പുകൾ കാണിച്ചതിന് ശേഷം പറയാം കേട്ടോ. അപ്പം നമ്മൾ സോപ്പ് പൊടി വാങ്ങും, സോപ്പ് ലിക്വിഡ് വാങ്ങും അല്ലേ. അപ്പം ഈ സോപ്പ് ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ചെടികൾ നനയ്ക്കുന്ന 500 രൂപയുടെ സംഭവം തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. ഇതേ ഇതിവിടെ പിടിക്കുക. ഇതേ കണ്ടുവോ, കാണാനുണ്ടല്ലോ അല്ലേ. ഇനി നമുക്കിത് വെച്ചിട്ട് ചെടി നനയ്ക്കാം. ഇതേ നമ്മുടെ പച്ചക്കറിക്ക് നമുക്ക് ഇതേ ഇങ്ങനെ നനയ്ക്കാം. കണ്ടുവോ, എത്ര ഈസി ആയിട്ടാ ഇവിടെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നനയ്ക്കാം. ഇതേ ഇങ്ങനൊരു സംഭവം വാങ്ങണമെന്നുണ്ടെങ്കിൽ 500 രൂപ കൊടുക്കണം. ഇത് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്കിവിടെ പിടിച്ചുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് നനയ്ക്കാനായിട്ട് പറ്റും. നമ്മൾ അടുക്കളയിൽ സ്ക്രബ്ബറൊക്കെ വെച്ചിട്ട് ഒത്തിരി പാത്രം കഴുകും അല്ലേ. ചില സമയത്ത് നമുക്ക് പാത്രം കഴുകി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൻ്റെ ഇവിടെയൊക്കെ വേദനയും കൈയൊക്കെ ചുക്കിച്ചുളിയും. അപ്പോൾ അതില്ലാതെ നമുക്ക് ആക്കാനായിട്ട് ഇതേ കണ്ടു, ഇതേ കുപ്പി ഇതുമ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഇനി നമുക്ക് സ്ക്രബ്ബർ പിടിക്കേണ്ട ആവശ്യമില്ല, ഇത് പിടിച്ചാൽ മതി. ഇതേ നമ്മൾ ഇത് എടുത്തിട്ടുണ്ട്, ഇതിൽ മുക്കി. ഇനി ഇതേ ഇതുമ പിടിച്ചിട്ട് തന്നെ നമുക്ക് പാത്രം ഈസി ആയിട്ട് കഴുകാം. കൈ നനയില്ല, സോപ്പാവില്ല, ഒന്നും ആവില്ല. നമുക്ക് ഇതുമ മാത്രം പിടിച്ചുകൊണ്ട് നമുക്ക് പാത്രങ്ങൾ എത്ര കരിയുള്ള പാത്രങ്ങളാണെന്നുണ്ടെങ്കിലും എത്ര മെഴുക്കുള്ളതാണെന്നുണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് കഴുകാനായിട്ട് പറ്റും. കണ്ടുവോ, വളരെ ഈസി അല്ലേ, ഇത് അടിപൊളിയല്ലേ. അപ്പം നമ്മൾ കംഫേർട്ട് വാങ്ങും, അതുപോലെ സോപ്പിൻ്റെ ലിക്വിഡും വാങ്ങും. ഇത് വെച്ചിട്ട് നമുക്ക് മണ്ണ് എടുത്തിടാൻ, മണ്ണ് ഇളക്കുക, ഗ്രോ ബാഗിലാണെങ്കിലും നിലത്താണെങ്കിലും. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് നോക്കാമല്ലോ അല്ലേ. അടുത്തത് ഇതേപോലെ ഇത് വെച്ചിട്ട് നമ്മൾ മണ്ണ് എങ്ങനെ നമ്മുടെ ചെടികൾക്ക് ആക്കി കൊടുക്കണം. കണ്ടോ, ഇങ്ങനെ മണ്ണ് മാറ്റിയിടാനായിട്ട് വളരെ ഈസിയാണിത്. മണ്ണ് നമുക്ക് ഇങ്ങോട്ട് ഇളക്കി മാറ്റാനായിട്ട് വേറൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഇതെന്ന് തന്നെ ഇങ്ങനെ മണ്ണ് കോരി നമുക്കതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ, വേറെ മണ്ണാണെന്നുണ്ടെങ്കിലോ എവിടെയുള്ള മണ്ണാണെങ്കിലും നമുക്കിത് എടുക്കുക, ഇതിനിട്ട് കൊടുക്കുക. മണ്ണിട്ട് കൊടുക്കാനും മണ്ണ് ഇളക്കി മാറ്റാനും ഒക്കെ ബെസ്റ്റാണ്. കണ്ടോ, ഇപ്പോൾ നമ്മളിവിടുത്തെ മണ്ണെടുക്കുകയാണ്, ഇതിൻ്റെ ചുവട്ടിൽ മണ്ണില്ല, നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടോ, ഇത് അടിപൊളിയാണ്. അത്യാവശ്യം ഇതിൽ മണ്ണ് കൊള്ളും. കണ്ടോ, മണ്ണ് മാന്തിയായിട്ടും നല്ലൊരു പാത്രമായിട്ട് ഉപയോഗിക്കാം. വീണ്ടും ഇത് നന്നായിട്ട് വളർന്നിട്ടുണ്ട്, ഒന്നും കൂടെ നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. അടിപൊളിയല്ലേ. ഇത് കണ്ടു, വളരെ സ്ട്രോങ് ആണ്. അപ്പൊ ഇതെങ്ങനെയാന്നുള്ളത് നമുക്ക് പറയാം. അതിനു മുമ്പ് നമുക്ക് 1-2 ടിപ്പും കൂടി കാണാമല്ലോ അല്ലെ. നമ്മൾ സാധാരണയായിട്ട് പയറ്, മുതിര, കടല ഇതൊക്കെ വാങ്ങുമല്ലോ അല്ലെ. അപ്പൊ നമ്മൾ ഓരോ ചെപ്പിലാക്കി വെച്ച് കഴിഞ്ഞാലും ചിലപ്പോൾ ബാക്കി വരും. ഇപ്പൊ നമ്മൾ ഇതിൽ മുതിര ആക്കിയിട്ടുണ്ട്, നമുക്ക് മുതിര ബാക്കി വന്നു. അപ്പൊ ഇങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കേട്ടോ, കുപ്പി ഇത് നമ്മളൊരു കവറ്, അതിലിതാണ് നമ്മൾ കുപ്പിയുടെ മൂടി തുറന്നു. ഇനി നമുക്കിത് ആവശ്യാനുസരണം എടുക്കാം. കേട്ടോ, മുതിര എടുത്തു നമ്മൾ. അപ്പം ഞാൻ ഇതിൽ തന്നെ ഇടുകയാണ്. എന്നിട്ട് ടൈറ്റ് ചെയ്ത് അടച്ചു വെച്ചു. കണ്ടോ, കണ്ടല്ലോ എല്ലാതും. ഇത് ഉഴുന്നും പരിപ്പ് ബാക്കിയുള്ളത്, ഇത് പരിപ്പ് ബാക്കിയുള്ളത് എല്ലാം നമുക്കിങ്ങനെ ടൈറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വെക്കാം.
നമുക്കപ്പം ഇങ്ങനെ ഒരു പാത്രത്തിൻ്റെ ആവശ്യമില്ല. പാത്രത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ ഇതിലിട്ടിട്ട് ബാക്കിയുള്ളതാക്കാം. അല്ലെങ്കിൽ ഈ പാത്രം ഇല്ലാതെ തന്നെ നമുക്ക് കുപ്പിയുടെ മുകളിലത്തെ ആ ഭാഗം കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് നല്ലൊരു സംഭവം ചെയ്യാം. കണ്ടോ? അപ്പോൾ നമുക്ക് ഇതൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് വിശദമായിട്ട് കണ്ടിട്ട് വരാം. അപ്പം നമുക്ക് വേണ്ടത് ഇതേപോലെ കുപ്പികൾ, പല ഷേപ്പുള്ള കുപ്പികൾ ആവശ്യമാണ്. പിന്നെ നമുക്ക് ഇതേപോലെ സോപ്പിൻ്റെ ലിക്വിഡ് വാങ്ങണത്, അല്ലെങ്കിൽ കംഫേർട്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ സോപ്പ് ലിക്വിഡ് ഏതാണെങ്കിലും. അപ്പം നമുക്ക് നമ്മുടെ കൈ നനയാതെ, സോപ്പൊന്നും കൈമേ ആവാതെ പാത്രം കഴുകാനായിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടോ? നമുക്കിത് പിടിച്ചിട്ട് ഇങ്ങനെ ഈസി ആയിട്ട് ഇതുമ്മ പിടിച്ചാൽ മതി. ഈസി ആയിട്ട് നമുക്ക് കഴുകാനായിട്ട് പറ്റും. ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് വീതി കുറഞ്ഞ കുപ്പി വേണം. ഇതേപോലെ വീതി കുറഞ്ഞ കുപ്പി, ഇതേപോലെ നമുക്ക് വീതി കുറഞ്ഞ കുപ്പിയോ അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് കംഫേർട്ടിൻ്റെ ഒക്കെ മൂടി ഉണ്ടല്ലോ, അപ്പം ഇതിൻ്റെ മൂടിയൊക്കെ നമുക്ക് കിട്ടും. കംഫേർട്ടിൻ്റെ ഒക്കെ മൂടിയോ അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ വീതി കുറഞ്ഞ കുപ്പിയോ നമുക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുമ്മേ ഈ പശ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള സ്ക്രബ്ബർ എടുക്കാം. നമുക്ക് ഇതിലോട്ട് വെക്കുകയാണ് വേണ്ടത്. അപ്പം അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുമ്മ ഉണ്ടല്ലോ, ഇതുമ്മ നമ്മൾ പശ ആക്കണം. ഇതുമ്മ നമ്മൾ പശ ആക്കിയതിന് ശേഷം ഇതുമ്മ വെക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മൾ ഇതുമ്മയ്ക്ക് ഇതിപ്പോൾ പശ ആക്കുന്നുണ്ട് കേട്ടോ. പശ ഇതുമ്മ ആക്കിയതിന് ശേഷം നമ്മൾ പശ കൈമൊന്നും ഒട്ടാതെയും ആക്കാതെയും ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഇതുമ്മ വെച്ചു, നമ്മൾ പതിയെ വെച്ച് ഒന്ന് അമർത്തി കൊടുത്തു. കണ്ടോ? ഇത് പിടിച്ചു. കണ്ടോ? ഇതിന് നമുക്ക് ടൈറ്റ് ചെയ്ത് അടച്ചെടുത്തേക്കും. ഇത് പിടിച്ചു, കണ്ടല്ലോ അല്ലേ? ഇനി ഇതേപോലെ തന്നെ കണ്ടോ, നമുക്ക് പാത്രം കഴുകാൻ വളരെ ഈസിയാണ്. അപ്പം ഇത് മനസ്സിലായല്ലോ അല്ലേ? അപ്പം ഇത് മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി നമ്മുടെ പരിപ്പ് പയറ് സംഭവം കണ്ടോ, ഇത് നമ്മൾ ടൈറ്റ് ചെയ്ത് അടച്ചു വെച്ചിരിക്കുകയാണ്. കുപ്പിയുടെ മൂടി ഇങ്ങനെ ഈ കുപ്പിയുമെന്ന് ഇത് കട്ട് ചെയ്തെടുത്തതാണ്. അങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ കിട്ടും. അപ്പം അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൽ കൂടെ ഇങ്ങനെ ഇടാം. വളരെ സിമ്പിൾ. അതേ കണ്ടു, ഇതിങ്ങനെ ഇത് കൂടെ ഇട്ട് വെച്ചു കൊണ്ടാ. അതിന് ശേഷം ഇത് അടയ്ക്കണമല്ലോ, നമുക്ക് ടൈറ്റ് ചെയ്ത് അടയ്ക്കണമല്ലോ. അപ്പോൾ അത് അടയ്ക്കാനായിട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മളത് അടയ്ക്കും. അടിപൊളി, സൂപ്പറല്ലേ? ഇത് കണ്ട. ഇനിയിപ്പോൾ ഇത് എടുക്കാനായിട്ടും ഈസിയാണ്. ഇത് ആക്കി ഇത് തുറന്നു നല്ല ടൈറ്റ് ചെയ്തിട്ടിരിക്കണേ. എന്നിട്ട് നമ്മളിത് പരിപ്പ് ഇങ്ങനെ എടുക്കാം നമുക്ക്. കണ്ട, അതുപോലെ അതിലോട്ട് ഇടുകയും ചെയ്യാം. അപ്പോൾ കുപ്പി വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഇതും പറ്റിയില്ലേ? അപ്പോൾ കുപ്പിയുടെ ഈ മുകൾ വശം കൊണ്ട് 2 ടിപ്പായില്ലോ അല്ലേ? മാങ്ങ പറിക്കാനായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു വടി ആവശ്യമാണ്. എന്തെങ്കിലും ഒരു വടി. ഞാനിപ്പോൾ ഇത് സാധാ ഒരു വടി, നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള വടിയൊക്കെ മോപ്പൻ്റെതോ അങ്ങനെ എന്താണെന്ന് വെച്ചെടുക്കാം. ഞാനിപ്പോൾ ഒരു സാധാ വടി എടുത്തിരിക്കണതാണ്. എന്നിട്ട് ഈ കുപ്പിയിലേക്ക് ഇത് കൊള്ളുന്ന രീതിയിൽ ഇവിടെ ഇതാക്കണം. അപ്പം ഇത് നല്ല വണ്ണുള്ളത് കൊണ്ട് ഞാൻ ഈ വടി കുറച്ചിങ്ങനെ ചെത്തി കളഞ്ഞിട്ട്, അതൊക്കെ നമുക്കറിയാം, നാം വിശദീകരിക്കണ്ടല്ലോ, വെറുതെ ബോറടിപ്പിക്കുന്നില്ല. ഈ കുപ്പിയുടെ ഉള്ളിലോട്ട് ഇങ്ങോട്ട് കയറുന്ന രീതിയിൽ നമ്മൾ ആ വടി ഒന്ന് ചെറുതാക്കുക. അപ്പം ചെറിയ വടിയാണെങ്കിൽ എന്തെങ്കിലും തുണിയോ മറ്റോ ചുറ്റി വലുതാക്കിയിട്ട് ഇതിൽ കൊള്ളണം. കണ്ടു, ഇതിൽ ടൈറ്റ് ചെയ്തിരിക്കണത്. ആ രീതിയിലുള്ള ഒരു വടി റെഡിയാക്കുക. അതിനുശേഷം നമ്മളിവിടെ നമുക്ക് ഇങ്ങനെ ഇത്തിരി വലിപ്പമുള്ളത്, അതായത് ഒരു മാങ്ങയൊക്കെ കൊള്ളണം, അപ്പോൾ പാഷൻ ഫ്രൂട്ടൊക്കെ കൊള്ളുന്ന രീതിയിൽ ഒരു വലിപ്പം വേണം. പക്ഷേ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ കൂർത്തിരിക്കണം. ഈ ഒരു ഭാഗം കൂർത്തിരിക്കണം. അപ്പം ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ മാർക്കർ കൊണ്ട് ഇങ്ങനെ വരച്ചു കൊണ്ടുപോകും. ഇങ്ങനെ വരച്ചിട്ട് ചെയ്തത് ഇവിടെ ഇങ്ങനെ കൂർത്തിരുന്ന് ഈ ഭാഗം കൊണ്ട് ഇങ്ങനെ വട്ടച്ച് വരണം. ഇങ്ങനെ ഇവിടേക്ക് കൂർമ വേണം, എന്നാലാണ് ആ ഞെട്ടി ഇങ്ങനെ വലിച്ച് പൊട്ടിക്കാൻ പറ്റുള്ളൂ.
ഇവിടെ നല്ല വട്ടപ്പ് ഉണ്ടാവുമ്പോൾ അതിലോട്ട് വീഴും. ഇതേ കണ്ടോ, ഇങ്ങനെ ആക്കിയിട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്യണ സമയത്ത് ഇവിടെ കുറച്ച് സ്ഥലം മതി, ഇവിടെ കൂടുതൽ വേണം. കാരണം നമ്മൾ എന്തെങ്കിലും മാങ്ങ എന്തെങ്കിലും പറിച്ചു കഴിഞ്ഞ് ഇതിൽ 2-3 തങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഇതിങ്ങനെ കൊടുക്കുക. ടൈറ്റ് ചെയ്ത് വെക്കണം കേട്ടോ എപ്പോഴും. വെച്ചിട്ട് പിന്നെ നമ്മളിങ്ങനെ വലിക്കുക, അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇതേപോലത്തെ തന്നെ വേണം. ഇതേപോലെ പിടിയുള്ള ഇങ്ങനത്തെ മൂടിയുള്ളത് കണ്ടോ. ഈ മൂടിക്ക് ഒരു പ്രത്യേകതയുണ്ട് കണ്ടോ. അപ്പം ഈ മൂടിയിൽ നമ്മൾ സേഫ്റ്റി പിന്ന് കൊണ്ട് ധാരാളം ഹോൾസ് ഇടുക. ഞാനിവിടെ സേഫ്റ്റി പിന്ന് എടുത്തിട്ട് ധാരാളം ഹോൾസ് ഇട്ടിട്ടുണ്ട്. പപ്പടക്കോലോ ആണിയോ വെച്ചിട്ടുള്ളതല്ല, സേഫ്റ്റി പിന്നുകൊണ്ട് നമ്മൾ ഇതിൽ നിറയെ ഹോൾ ഇടുക. അതിനുശേഷം ഇതിൽ വെള്ളം നിറയ്ക്കുക, എന്നിട്ട് ടൈറ്റ് ചെയ്തിട്ട് അടയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഇത് പിടിച്ച് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ നല്ലതാണ്. അപ്പം ഇതിൽ നമുക്ക് പിടിക്കാൻ പറ്റും കേട്ടോ. ഇതിലിങ്ങനെ പിടിയുള്ളത് കൊണ്ട് പിടിച്ച് ചെയ്യാൻ പറ്റും. ഇത് ഏരിയലിൻ്റെ ആണ്, എല്ലാത്തിനും ഉണ്ടോയെന്ന് അറിയില്ല. നമ്മൾ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് അലക്കാനായിട്ട് നമുക്കിങ്ങനെ സോപ്പ് ലിക്വിഡാണ് കൂടുതൽ നല്ലത്. സോപ്പ് പൊടി ആകുമ്പോൾ ചില ഡ്രസ്സിൽ അവിടെ ഇവിടെ പിടിക്കുന്നുണ്ട്. അപ്പം ഞാൻ കൂടുതലും ലിക്വിഡാണ് ഉപയോഗിക്കുക. അപ്പം ഇതും അതെ, എല്ലാ ലിക്വിഡും നല്ലതാട്ടോ. സർഫ് എക്സലിൻ്റെയും ഏരിയലിൻ്റെയും ഒക്കെ നല്ലതാണ്. അപ്പം ഇഷ്ടമുള്ളത് വാങ്ങുക. ഇങ്ങനെ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. വളരെ നല്ലതാണ് ഇത് നമുക്ക്. പിന്നെ ഇത് സർഫ് എക്സലിൻ്റെ ആണ്. അതേപോലെ തന്നെ കംഫേർട്ടിൻ്റെയും. ഇത് കണ്ടോ, ഇവിടെ ഇതിനൊരു ഷേപ്പ് ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ട്. അപ്പം ഇതും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാം. ഇതൊക്കെ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, കൈയൊന്നും മുറിയരുത്. കുട്ടികളൊന്നും ഇത് ചെയ്യരുത്, മുതിർന്നവർ മാത്രം ചെയ്യുക. ഇത് നിങ്ങൾക്ക് അറിയുന്ന പോലെ ചെയ്യാം കേട്ടോ. കണ്ടു, ഇതിലിവിടെ ഒരു ഷേപ്പ് തന്നെ ഉണ്ട് ഇതിലിങ്ങനെ. ആ ഷേപ്പിൽ കൂടെ നമ്മളൊന്ന് മുറിച്ചാൽ മതി. ഇതിന് കണ്ടോ, ഇവിടെ ഒരു ഷേപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഈ കംഫേർട്ട് വാങ്ങുന്നവർക്ക് അറിയാം. ഇവിടെ ഈ ഒരു ഷേപ്പിൽ കൂടെ തന്നെ നമ്മൾ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ നല്ല ഭംഗിയിൽ കിട്ടും. ഇതേ ആ ഒരു ഷേപ്പിൽ കൂടെ നമുക്ക് മുറിക്കാം കേട്ടോ. വേറെ നമുക്ക് ഷേപ്പാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെയുണ്ട്, 2 സൈഡിലും ആ ഒരു ഷേപ്പ് ഉണ്ട്. ഇത് കട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ ആ ഷേപ്പ് നമുക്ക് കാണാനുണ്ട്. അപ്പം നമുക്ക് അതിൽ കൂടെ തന്നെ മുറിച്ചെടുക്കാം. കണ്ടോ, ഇത് നമുക്ക് ഇത്തിരി കൂടെ വലുതായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണേ. ചെറുതാണെങ്കിൽ ഇതേപോലെ. അപ്പം നമുക്ക് മണ്ണ് വാരിയിടാനും ഇളക്കിതാക്കാനും ഒക്കെയും നല്ലതായി. ചെറുതാണ് ശരിക്കും ഇത്രയും കൂടെ നല്ലത് കേട്ടോ. നല്ല ഉറപ്പുമുണ്ട്, ഫ്ലെക്സിബിളാണ്. അപ്പം സുഖമായിട്ട് ഇങ്ങനെ മണ്ണൊക്കെ വാരിയിടാനാണെങ്കിലും അതിൻ്റെ ചോട്ടിൽ മണ്ണൊക്കെ ഇളക്കിയെടുക്കാനും വളരെ നല്ലതാണ്. ഇത് വലുതായതുകൊണ്ടാണ് ഇങ്ങനെ, ഇത് ചെറുത്. അപ്പം ഇതിനേക്കാളും ചെറിയ കംഫർട്ട് ഉള്ളവർക്ക് അതിനേക്കത്. പക്ഷെ ഇത്രയും പോകുന്നൊരു കംഫർട്ട് വാങ്ങിക്കഴിഞ്ഞാൽ ഇത്രയും മതി നമുക്ക്. ഇതാണ് നമുക്ക് ഇതിനേക്കാളും എളുപ്പം, ഇതാണ് കയ്യിൽ പിടിക്കാനും ഇതിനൊക്കെ. അപ്പോൾ മാങ്ങ പറിക്കാനാണെങ്കിലും അതുപോലെ ചെടികൾ നനയ്ക്കുക, മണ്ണ് താക്കുക, അതുപോലെ തന്നെ കടയിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ ഇപ്പം അരിയും പഞ്ചസാരയും ഒക്കെയും പറ്റൂ കേട്ടോ. പിന്നെ പാത്രം കഴുകണതാണെന്നുണ്ടെങ്കിലും ഒക്കെയും വളരെ ഈസി ആയിട്ട് നമുക്ക് കുപ്പി വെച്ച്, നമ്മൾ വെറുതെ കളയുന്ന കുപ്പി വെച്ച്, കുപ്പി കൊണ്ട് ഇനി ഇത് മാത്രമല്ല ഒരുപാടുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ടിപ്പുകൾ പറഞ്ഞു, ഒരുപാട് നിങ്ങളെ ആക്കി ബോറടിപ്പിക്കുന്നില്ല. അപ്പം ഇത് കുപ്പി നമുക്ക് വളരെ നല്ലൊരു സംഭവമാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്രദമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം.